Hello my dear students, I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, Movatipuzha. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മാർച്ച് 2023 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തിപ്പോൾ 2 വീഡിയോസ് കണ്ടു. അതിൻ്റെ ലാസ്റ്റ് വീഡിയോയാണ് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ 22ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് ടെക്സസ് ലിമിറ്റഡ് 31 March 2018 and 19 പ്രിപ്പയർ എ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്, അസറ്റും തന്നിട്ടുണ്ട്. നിങ്ങൾ നോർമലി ഒരു പ്രോബ്ലം ചെയ്യുമ്പം ഈ ബാലൻസ് ഷീറ്റ് ഇങ്ങനെ തന്നെ എടുത്ത് വരച്ചിട്ട് എക്സ്ട്രാ 2 കോളം കൂടെ ആഡ് ചെയ്ത് അങ്ങ് സോൾവ് ചെയ്താൽ മതി. യൂണിവേഴ്സിറ്റിയുടെ ആൻസർ കീയിൽ അവർ അസറ്റുകൾ ആദ്യവും ലയബിലിറ്റീസ് രണ്ടാമതുമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോർമലി ക്ലാസ്സിൽ അത് ചെയ്ത് പഠിച്ചിരിക്കുന്നത് ലയബിലിറ്റീസ് എല്ലാം ആദ്യവും അസറ്റ് രണ്ടാമതുമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ആ ഒരു സംഭവം ഒന്ന് കാണിക്കുന്നു. 2018-19 ചേഞ്ച് പെർസെൻറ്റേജ്. അപ്പം നമ്മൾ ആദ്യം ഈ സാധനം നോക്കാം കേട്ടോ. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് നമ്മൾ മുകളിൽ എപ്പോഴും എഴുതാറ്. അപ്പം നമുക്ക് അതൊന്നും തന്നെ നോക്കാം. ഏറ്റവും ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റലാണ് 360 എന്നുള്ളത് 444 84,000 രൂപ കൂടി. അപ്പോൾ 84,000 / 360 × 100 ആണ് 23.33. ദെൻ പി ആൻഡ് അക്കൗണ്ട് 151,800 എന്നുള്ളത് 163 അപ്പം ഡിഫറൻസ് 12,000. ദെൻ 12,000 / 151,800 × 100 ആണ് 7.91. അതുപോലെ തന്നെ ഡിപ്രീസിയേഷനും ഡിഫറൻസ് കണ്ടുപിടിച്ചു 12,000. 12,000 / 120 × 100. ടോട്ടലും അങ്ങനെ തന്നെ 132 120 നമ്മൾ ഡിഫറൻസ് 12. ദെൻ 12 / 120 × 100. അങ്ങനെ ഓരോ ഫിഗേഴ്സും ആ ഡിഫറൻസ് ഇവിടെ എഴുതുന്നു. അത് ബൈ ബേസ് ഇയർ × 100 ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. ഇത് ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്ത ടൈം കളയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പം ഈ ഭാഗം ആദ്യം എഴുതുക, ഈ ഭാഗം രണ്ടാമത് എഴുതുക. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രസൻറ്റഡ് ബൈ എ ഫേം ഫോർ ദ ഇയർ എൻഡഡ് 31 December പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. റേഷ്യോസ് തന്നിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ. സെയിൽസ് ടു നെറ്റ് വർത്ത് തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ടു നെറ്റ് വർത്ത് ഉണ്ട്, ടോട്ടൽ ഡെപ്റ്റ് ടു നെറ്റ് വർത്ത് ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ് വർത്ത് ഉണ്ട്, കറണ്ട് റേഷ്യോ ഉണ്ട്, സെയിൽസ് ടു സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് വെലോസിറ്റി, ആനുവൽ സെയിൽസ്, ദെൻ ക്യാഷ് സെയിൽസ്. അപ്പോൾ നമുക്ക് സെയിൽസും ക്യാഷ് സെയിൽസിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് ആനുവൽ സെയിൽസ് 15 lakhs ആണ്, അതിൽ ക്യാഷ് സെയിൽസ് 40% ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ആദ്യം തന്നെ ക്രെഡിറ്റ് സെയിൽസ് ഒന്ന് കണ്ടുപിടിക്കാമല്ലോ. അപ്പം ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് 40 ആണെങ്കിൽ 60 ആയിരിക്കുമല്ലോ ക്രെഡിറ്റ്. അപ്പം 15 ലക്ഷത്തിൻ്റെ 60% 9 lakh ആണ് ക്രെഡിറ്റ്. പിന്നെ അതിൽ വെച്ചിട്ട് നമുക്ക് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാം. കാരണം ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽസ് ബൈ ഡെപ്റ്റേഴ്സ് ആണല്ലോ 9. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് 9 lakh ആണെങ്കിൽ 9 lakh ബൈ ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ഇസ് ഈക്വൽ ടു 9 lakh / 9 1 lakh. ദെൻ കാൽക്കുലേഷൻ ഓഫ് സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിൽസ് ടു സ്റ്റോക്ക് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് 15 ലക്ഷമാണ്. അപ്പോൾ സ്റ്റോക്ക് കിട്ടാനായിട്ട് 15 ലക്ഷം / 10 1,50,000 ചെയ്താൽ മതി. ദെൻ കാൽക്കുലേഷൻ ഓഫ് നെറ്റ് വർത്ത്, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടാനായിട്ട് സെയിൽസ് ടു നെറ്റ് വർത്ത് വന്നിട്ടുണ്ട്. സെയിൽസ് ബൈ നെറ്റ് വർത്ത് 5 ആണ്. അപ്പോൾ 15 lakhs / നെറ്റ് വർത്ത് ഇസ് ഈക്വൽ ടു നെറ്റ് വർത്ത് ഇസ് ഈക്വൽ ടു 15 lakhs / 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 lakh കിട്ടും. ദെൻ കറണ്ട് ലയബിലിറ്റീസ് കിട്ടാനായിട്ട് കറണ്ട് ലയബിലിറ്റീസ് ടു നെറ്റ് വർത്ത് റേഷ്യോ വന്നിട്ടുണ്ട്. അപ്പം കറണ്ട് ലയബിലിറ്റീസ് ടു നെറ്റ് വർത്ത് 50% ആണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഡിവൈഡ് ബൈ നെറ്റ് വർത്ത് 3 lakh ആണ്. അപ്പോൾ അതിൻ്റെ 50% 1,50,000. ദെൻ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഡെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെപ്റ്റ് ടു നെറ്റ് വർത്ത് വന്നിട്ടുണ്ട്, അത് 60% ആണ്. അപ്പോൾ ടോട്ടൽ ഡെപ്റ്റ് ബൈ 3 lakh ചെയ്യുന്നു. ദെൻ 3 lakh × 60% 1,80,000. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റിലേക്ക് വന്നാൽ ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ് വർത്ത് 60% ആണ്. ഫിക്സ്ഡ് അസറ്റ് ബൈ നെറ്റ് വർത്ത് 3 ലക്ഷം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് കിട്ടാൻ 3 lakh × 60% ചെയ്താൽ മതി, 1,80,000. ദെൻ കാൽക്കുലേഷൻ ഓഫ് കറണ്ട് അസറ്റ്, അത് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി 2 ആണ് തന്നിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 1,50,000. അപ്പോൾ 1,50,000 × 2 3 lakh. ദെൻ ക്യാഷ് കിട്ടാനായിട്ട് കറണ്ട് അസറ്റിൽ നിന്ന് ഡെപ്റ്റേഴ്സും ഇൻവെൻട്രിയും കുറച്ചാൽ മതി. കറണ്ട് അസറ്റ് 3 ലക്ഷമാണ്, ഡെപ്റ്റേഴ്സ് 1 ലക്ഷവും ഇൻവെൻട്രി 150 കുറച്ച് ചെയ്യുമ്പോൾ ക്യാഷ് 50,000. ദെൻ നോൺ കറണ്ട് ലയബിലിറ്റി കിട്ടാനായിട്ട് ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി പ്ലസ് നോൺ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റി കിട്ടാനായിട്ട് ടോട്ടൽ ഡെപ്റ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ മതി. അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്റ്റ് 1,80,000 മൈനസ് കറണ്ട് ലയബിലിറ്റി 1,50,000 30,000. അത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് അങ്ങോട്ട് കാണിക്കുന്നു. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 3 ലക്ഷം, നോൺ കറണ്ട് ലയബിലിറ്റി 30,000, കറണ്ട് ലയബിലിറ്റി 1,50,000, അങ്ങനെ 4,80,000. ദെൻ ഫിക്സ്ഡ് അസറ്റ് 1,80,000, ഇൻവെൻട്രി 150, ഡെപ്റ്റേഴ്സ് 1 lakh, ക്യാഷ് 50,000, ടോട്ടൽ 4,80,000. അടുത്തൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് ആർ സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഓഫ് SR ലിമിറ്റഡ്. പ്രിപ്പയർ, നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ,
ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇക്വിറ്റി ഷെയർ 1 എന്നുള്ളത് 1 10 അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സോഴ്സാണ്. പ്രിഫറൻസ് ഷെയർ 2 20 2 50 അപ്പോൾ അതും സോഴ്സാണ്. ദെൻ പ്രീമിയം 20 എന്നുള്ളത് 26 സോഴ്സാണ്. പിയാഞ്ചൽ അക്കൗണ്ട് 1 4 എന്നുള്ളത് 1 34 അപ്പോൾ അവിടെ ട്രാൻസ്ഫർ ടു കറണ്ട് ഇയർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ക്ലോസിങ്ങിൽ നിന്ന് ഓപ്പണിംഗ് കുറയ്ക്കണം. ഡിബഞ്ചർ 70 എന്നുള്ളത് 64 അപ്പോൾ റിഡംഷൻ നടന്നിട്ടുണ്ട്. ആപ്ലിക്കേഷനാണ്. പിന്നെ നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് ആണ് തന്നേക്കുന്നത്. ഷെഡ്യൂൾ വരയ്ക്കാനുള്ള ഫിഗറാണ്. ദെൻ ഫിക്സഡ് അസറ്റിലേക്ക് വന്നു കഴിയുമ്പം മെഷീനറി 2 lakh എന്നുള്ളത് 2,30,000 ആയിട്ടുണ്ട്. അപ്പം 30,000 രൂപ നമ്മളെ സംബന്ധിച്ച് ആപ്ലിക്കേഷനാണ്, പർച്ചേസ് സംഭവിച്ചിട്ടുണ്ട്. പ്ലാന്റ് 1,50,000 എന്നുള്ളത് 1,76,000 അവിടെയും ആപ്ലിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. ബിൽഡിങ് 18,000 to 8,000 നോ ചേഞ്ച് ആണ്. ദെൻ കറണ്ട് അസറ്റുകളും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് വരയ്ക്കാനായിട്ടുള്ളതെന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വരയ്ക്കണം. ഷെഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് 84 എന്നുള്ളത് 98 അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. സ്റ്റോക്ക് 84 എന്നുള്ളത് 98 അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇൻക്രീസ് ആണ്. ഡെപ്റ്റേഴ്സ് 38 നോ ചേഞ്ച് ആണ്. ബില്ല് 42 62 അപ്പോൾ 20,000 ഇൻക്രീസ് ആണ്. ക്യാഷ് 42 32 10,000 ഡിക്രീസ്. ടോട്ടൽ ചെയ്തു 2,06,000 2,30,000. കറണ്ട് ലയബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് 38,000 എന്നുള്ളത് 46 അപ്പോൾ ഇൻക്രീസ് ആണ്. പക്ഷേ നമ്മൾ ഡിക്രീസിലേ കാണിക്കുള്ളൂ കറണ്ട് ലയബിലിറ്റി ആയതുകൊണ്ട്. ബില്ല് 5,000 4,000 ഡിക്രീസ് ആണ്, അപ്പോൾ നമ്മൾ ഇൻക്രീസ് കാണിക്കും. ഡിവിഡൻറ്റ് 7 8 അപ്പോൾ 1,000 കൂടി നമ്മൾ ഡിക്രീസ് കാണിക്കും. ടോട്ടൽ 50,000 58,000. ഡിഫറൻസ് എന്ന് പറയുന്നത് 1,56 1,72 അപ്പോൾ 1,56 നിന്ന് 1,72ലേക്ക് 16,000 ഡിഫറൻസ്. ഇവിടെ നമ്മൾ 16,000 കാണിക്കുന്നു. അപ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് 16,000 കിട്ടി. ഇനി അത് വെച്ചുകൊണ്ട് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരയ്ക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ക്ലോസിങ്ങിലേത് 1,34 മൈനസ് ഓപ്പണിങ്ങിലെ 1,04,000 അപ്പോൾ നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടും. അതിൻ്റെ കൂടെ പ്രൊവിഷൻ ഫോർ ടാക്സ് ചാർജ് ഡ്യൂറിങ് ദ ഇയർ അത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് 10,000 12,000 ആണ് നമ്മുടെ പ്രൊവിഷൻ്റെ എമൗണ്ടുകൾ. അപ്പോൾ ഓപ്പണിംഗ് നമ്മൾ 10,000 ക്ലോസിങ് 12,000 ആകുമ്പോഴത്തേക്കും ഈ വർഷം ക്രിയേറ്റ് ചെയ്തേക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് 12,000 രൂപയാണ്. അപ്പം ഒന്നുകിൽ അങ്ങനെ എടുത്ത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ 2,000 രൂപ എടുത്ത് കാണിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രൊവിഷനായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ അവർ ഡിഫറൻസ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പുസ്തകത്തിൽ പഠിച്ചിരിക്കുന്ന പോലെ തന്നെ ആ ഒരു ക്ലോസിംഗ് ബാലൻസ് ഈ വർഷം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തതായിട്ട് കണ്ട് ചെയ്താൽ 42,000 രൂപ എന്നൊരു ഫിഗറിലേക്കായിരിക്കും കിട്ടുക. 32,000 നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടി. ദെൻ നമ്മൾ പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർ 10,000 കാണിക്കുന്നു. പ്രിഫറൻസ് ഷെയർ 30,000, പ്രീമിയം 6,000, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 32,000. ദെൻ പർച്ചേസ് ഓഫ് മെഷീനറി 30,000, പർച്ചേസ് ഓഫ് പ്ലാന്റ് 26,000, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ 6,000, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 16,000. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പ്രോബ്ലം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ നമുക്കൊരു ക്യാഷ് ബുക്ക് തന്നേക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഒരു ക്യാഷ് ബുക്കാണ് കിട്ടിയേക്കുന്നതെങ്കിൽ ഈ സൈഡ് വരുന്നത് മൊത്തം എന്തായാലും റിസിപ്റ്റും ഈ സൈഡ് വരുന്ന മൊത്തം ആപ്ലിക്കേഷനും ആയിരിക്കും. അത് 3 ആക്ടിവിറ്റി ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. റിസിപ്റ്റ് ഫ്രം കസ്റ്റമർ ഓപ്പറേറ്റിങ്ങിൽ ആഡ് ചെയ്യണം. സെയിൽ ഓഫ് ബിൽഡിങ് നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്, ആഡ് ചെയ്യണം. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ഫിനാൻസിങ്ങിൽ ആഡ് ചെയ്യണം. ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയറും ഫിനാൻസിങ്ങിൽ ആഡ് ചെയ്യണം. പേയ്മെൻറ്റ് ടു സപ്ലയർ ഓപ്പറേറ്റിങ്ങിൽ കുറയ്ക്കണം. പർച്ചേസ് ഓഫ് മെഷീൻ ഇൻവെസ്റ്റിങ്ങിൽ കുറയ്ക്കണം. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഇൻവെസ്റ്റിങ്ങിൽ കുറയ്ക്കണം. വേജസ് ഓപ്പറേറ്റിംഗ്, റെൻറ്റ് ഓപ്പറേറ്റിംഗ് കുറയ്ക്കണം. ഇൻകം ടാക്സ് ഓപ്പറേറ്റിങ്ങിൽ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഫിനാൻസിങ്ങിൽ, ഡിവിഡൻറ്റ് പേ ചെയ്യുമ്പോഴും അതും ഫിനാൻസിങ്ങിൽ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അതിൽ ക്യാഷ് റിസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് ആഡ് ചെയ്യുന്നു. പെയ്ഡ് ടു സപ്ലയർ ആഡ് ചെയ്യുന്നു. വേജസ് ആൻഡ് സാലറീസ് നമുക്ക് കുറയ്ക്കാനുള്ളതാണ്, കൊടുത്തതാണ്. റെൻറ്റ് ആൻഡ് ടാക്സും കുറയ്ക്കാനുള്ളതാണ്. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. അതിൽ നിന്നും ഇൻകം ടാക്സ് 25,000 കുറച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടും. എക്സ്ട്രാ ഓർഡിനറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് 25,000 തന്നെയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ. ദെൻ ഇൻവെസ്റ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ഓഫ് മെഷീൻ ലെസ് ചെയ്യാനുള്ളതാണ്. പർച്ചേസ് ഓഫ് ഫർണിച്ചറും ലെസ് ചെയ്യാനുള്ളതാണ്. പ്രൊസീഡ്സ് ഫ്രം ബിൽഡിംഗ് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നെറ്റ് എഫക്റ്റ് 10,000 രൂപ നമുക്ക് നെഗറ്റീവ് ഫിഗർ വരും. ദെൻ ഫിനാൻസിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഷെയർ ആഡ് ചെയ്യാനുള്ളതാണ്. പ്രിഫറൻസ് ഷെയറും ആഡ് ചെയ്യാനുള്ളതാണ്. ഡിബഞ്ചറിൻ്റെ 2,75,000 മൈനസ് ചെയ്യാനുള്ളതാണ്. ഡിവിഡൻറ്റും മൈനസ് ചെയ്യാനുള്ളതാണ്. നെറ്റ് എഫക്റ്റ് -5,000 വരും. ദെൻ 25,000 നിന്ന് 15,000 പോയി കഴിഞ്ഞാൽ 10,000 പോസിറ്റീവ് വരും. അതിൻ്റെ കൂടെ നമ്മുടെ ഈ അക്കൗണ്ടിലെ ഓപ്പണിംഗ് ക്യാഷ് കൂട്ടിയാൽ നമുക്ക് ക്ലോസിംഗ് ക്യാഷ് കിട്ടണം.
അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് 10,000 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാഷ് 20,000 കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായി പഠിച്ച് എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.